Good morning. Good morning, ma'am. Okay, good morning. Okay, നമുക്ക് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു പബ്ലിക് റിലേഷൻസ് അല്ലെ? ഓക്കെ ഓക്കെ, ഗുഡ് മോർണിംഗ് ആശ്ലി. ആശ്ലി ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു. 3rd മൊഡ്യൂളിൽ അതിന്റെ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ? അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഓക്കെ, എന്താണ് എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റി പറഞ്ഞു അല്ലെ? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ്. പിന്നെ അദ്ദേഹത്തിന്റെ പബ്ലിക് റിലേഷനെ പറ്റിയിട്ടുള്ള ആ ഒരു പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ പബ്ലിക് റിലേഷന്റെ 2 ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഒന്ന് ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ കണ്ടു. പിന്നെ വേറൊരെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? പബ്ലിക് റിലേഷന്റെ നീഡ് എന്താണ്, അതായത് പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിരുന്നു. പിന്നെ പഠിച്ചത് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള 2 മെത്തേഡുകൾ അല്ലെ? 2 മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ്സ്, രണ്ടാമത്തത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടാമത്തെ എന്താണ്? ഇന്നലത്തെ മോക്ക് ടെസ്റ്റില്ലേ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. 4th ക്വസ്റ്റ്യൻ which is among the following is നോട്ട് ചേർത്തല്ലെന്ന് തോന്നുന്നു ക്വസ്റ്റ്യനില്. അല്ലാണ്ട് മറ്റേതൊന്നും ആൻസറിൽ വന്നില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അവിടെ മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഈസ് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. എന്നിട്ട് കൊടുത്തേക്കുന്നത് ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, പിന്നെന്താ ക്വിക്ക് ആൻഡ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്, പിന്നെ പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് ദ സ്യൂട്ടബിൾ പ്ലേസ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. ഓക്കെ, ചോദ്യം എന്തായിരുന്നു? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നാണ് ചോദ്യം അല്ലേ? ഉത്തരം എന്താണ്? പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. അത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്നതാണ്. ബാക്കി 3 എന്തിൽ വരുന്നതാണ്? ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്നതാണ്. ഓക്കെ, സ്ക്രീൻ നോക്കിയേ. അങ്ങനത്തെ നമ്മൾ പറയുന്നുണ്ട് ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ആയിരുന്നു ചോയ്സ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. അത് 3ഉം ഓപ്പറേറ്റീവ് മെത്തേഡിന്റെ കമ്പോണന്റ് ആണ്. അതിൽ വരാത്തത് വേറൊരു പോയിന്റ് ഉണ്ട്. അത് ഇതിനകത്ത് വരുന്നതാ? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് വരുന്നതാണ് പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് ആൻഡ് സ്യൂട്ടബിൾ പ്ലേസ്. ഉത്തരം അതാണ് കേട്ടോ. ചോദ്യം കറക്റ്റ് ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അപ്പൊ ഏതാണ് ഉത്തരം? പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് കേട്ടോ. ഓക്കെ. അപ്പോ ഇപ്പൊ നിമിക്ക് ഉണ്ടായ പോലത്തെ ഡൗട്ട്സുകള് അങ്ങനെ വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെയാണ് ഈ ചാപ്റ്ററുകൾ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും കേട്ടോ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും മോക്ക് ടെസ്റ്റിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പറയണോ കേട്ടോ. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമല്ലോ. അപ്പൊ തന്നെ നമുക്ക് നോക്കി ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഇതുപോലെ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേറ്റീവ് 2 മെത്തേഡുകൾ, ഓപ്പറേറ്റീവ് മെത്തേഡ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഉണ്ട്. ഓപ്പറേറ്റീവ് മെത്തേഡിന്റെ 3 കമ്പോണന്റുകളും അതിന് പുറമെ 1-2 കാര്യങ്ങളും കൂടെ അതിന് പഠിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഓൾവേസ് ചെയ്യാണ് കേട്ടോ. അതെ ബൻഷീറ, അതെ കേട്ടോ. ഫൈനൽ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എക്സാം കേട്ടോ. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, 3, 4 അങ്ങനെ മിക്കവാറും 1 ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ട് എക്സാം വരും. അങ്ങനെയാണ് കേട്ടോ, എല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ മൊഡ്യൂൾ 1 വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കറക്റ്റ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മാറിപ്പോകരുത്. ഇതൊക്കെ ചാപ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ.
അപ്പൊ നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ ഒരു പോയിന്റ്സുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ബോക്സിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നുള്ളത് ആണ് അവിടെ പറയുന്നത് കേട്ടോ. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, അതിന്റെ പോയിന്റുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. നോക്കാട്ടെ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ദീസ് മെത്തേഡ്സ്, ഏത് മെത്തേഡ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് കേട്ടോ. Communicative methods employ means of communication in all possible forms to enable the hospital to convey its message to the public. Underline ചെയ്തിരിക്കാം. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിന്റെ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. These methods employ means of communication in all possible forms to enable the hospital to convey its message to the public. അതായത് ഒരു ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസുകൾ അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന രീതി. അതാണ് എന്ത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞത്. എന്നോട് പറയാം, ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസുകൾ അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് ആരിലേക്ക് എത്തിക്കണം? പൊതുജനങ്ങളിലൂടെ എത്തിക്കണം അല്ലെ. ആ പൊതുജനങ്ങളിലൂടെ എത്തിക്കുന്നതിനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന രീതിയെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെ നമുക്ക് അവരിലേക്ക് എന്താണ് ഇൻഫർമേഷൻസ് എത്തിക്കാൻ പറ്റും. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ്? ഒന്നല്ലെങ്കിൽ നമ്മൾ ഓറൽ കംപ്ലൈന്റ്സ് കേൾക്കാം അല്ലെ. വാക്കാനുള്ള പരാതികൾക്കുള്ള പ്രൊവിഷൻ എന്താണ് നമ്മൾ രേഖാമൂലമുള്ള പരാതികൾക്ക് മാത്രമല്ല വാക്കാനുള്ള പരാതികൾ കേൾക്കാനായിട്ടുള്ള വ്യവസ്ഥ ചെയ്യണം അല്ലെ. അതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ്. സജക്ഷൻ ബോക്സുകൾ സ്ഥാപിക്കണം, അതും ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് അല്ലെ. നമുക്ക് നേരിട്ട് വന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സജക്ഷൻ ബോക്സിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൂടെ. അപ്പൊ അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാസ് മീഡിയസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ. റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പറുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ ഓൺലൈൻ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമുകൾ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തൂടെ. ഹോസ്പിറ്റൽ എക്സിബിഷൻസ് അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസുകൾ, ഇങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ആളുകളുമായിട്ട് ആശയവിനിമയത്തിൽ ഏർപ്പെടുകയാണ് അല്ലെ. എക്സിബിഷൻ നടത്തുമ്പോൾ പൊതുജനങ്ങൾ അത് കാണാൻ വരുന്നു, നമ്മൾ അതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നു, അപ്പോഴും പൊതുജനങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വരുന്നു, അവിടുത്തെ സേവനങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു, അപ്പോഴും നമ്മൾ പൊതുജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻസ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത നോക്കി, സം ഓഫ് ദീസ് ആർ ആൾസോ ഇന്റർമിക്സ്ഡ് വിത്ത് ദ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ്. അതിനകത്ത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ അല്ലെ. എന്താണ് ഇൻട്രാമ്യൂറലും എക്സ്ട്രാമ്യൂറലും? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിത്തിൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ദ ഫംഗ്ഷൻസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ആണ്, അത് തന്നെ ഉള്ളിലാണ്, ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ നടക്കുന്ന ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രാമ്യൂറൽ എന്തായിരിക്കും? ഔട്ട്സൈഡ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിന്റെ പുറമെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ പലതും എന്തുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് അല്ലെ, ഹോസ്പിറ്റലിന്റെ അകത്ത് നടക്കുന്ന ഫംഗ്ഷൻസുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റീവ് മെത്തേഡുകളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുമായിട്ടുള്ള എന്താണ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഹോസ്പിറ്റലിനകത്തും ആളുകളുണ്ട് അല്ലെ. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർ തമ്മിലും കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. അതും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇറ്റ് ഈസ് ആൾസോ ഇന്റഗ്രേറ്റഡ് വിത്ത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓപ്പറേറ്റീവ് മെത്തേഡ് അല്ലെ. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ കാര്യങ്ങൾ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ്. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓപ്പറേറ്റീവ് മെത്തേഡ് കൊണ്ട് മാത്രം സാധിക്കില്ല, രണ്ടും വേണം. ഓപ്പറേറ്റീവ് മെത്തേഡും വേണം, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും, രണ്ടും ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ.
ഓക്കെ, പിന്നെന്താണ് അതർ ഡീൽസ് വിത്ത് മീഡിയ. മറ്റുള്ളത് മീഡിയാസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ടി വി, റേഡിയോ, ന്യൂസ് പേപ്പർ, പിന്നെ ഓൺലൈൻ സോഷ്യൽ മീഡിയാസ്, ഇതുവഴിയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ രണ്ട് മെത്തേഡുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്താണ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ഇവിടെ കുറെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ സെയിം പോയിന്റുകൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഓരോ ബോക്സുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ അതിനകത്ത് വേറെ ഒന്നും പഠിക്കാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളില്ലേ, ആ സെയിം കാര്യങ്ങൾ തന്നെ ഓരോ ബോക്സിലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ചു പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ തന്നെയാണ് നമുക്ക് നോക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോവിങ് വേസ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഏതൊക്കെ രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞ പോയിന്റ് ആണ്, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. അല്ലെ, ഈ പറയുന്ന രോഗികൾക്കായിക്കോട്ടെ, അവരുടെ ബന്ധുക്കളായിക്കോട്ടെ, മറ്റു സന്ദർശകർ, ഹോസ്പിറ്റലിൽ വരുന്ന വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഇപ്പോഴും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭ്യമാക്കുക. അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിന്റെ ഒരു ഭാഗമാണ്. ആളുകൾ വരുമ്പോൾ എന്താണോ അവർ അന്വേഷിച്ച് വരുന്ന കാര്യം, കൃത്യമായിട്ട് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൊടുക്കുക. അതൊരു ശരിയായ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നൊക്കെ നോക്കിയേ, ഒന്ന് അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. ഇപ്പൊ ആളുകളുടെ എൻക്വയറിക്ക് വരുന്ന സമയത്ത്, എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എൻക്വയറിക്ക് വരുമ്പോൾ, രജിസ്ട്രേഷൻ സമയത്ത്, രജിസ്റ്റർ ചെയ്യുന്ന എപ്പോഴാണ്, ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെ, രജിസ്ട്രേഷൻ ഫോം ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കണം. ആ സമയത്താണ് ആളുകൾ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് ചോദിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. പിന്നെന്താണ് പറയുന്നത്, ഓൺ പേഷ്യൻസ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ്. അതുകൂടാതെ നമ്മൾ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റിയിട്ട്, ഇനി അവരെപ്പോഴാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ആപ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ക്യാൻ സർവ് ദിസ് പർപ്പസ്. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രോഗിയുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫോളോ അപ്പിനെ പറ്റിയിട്ട് അനുയോജ്യമായിട്ടുള്ള ആപ്റ്റ് വിവരങ്ങൾ കൊടുക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തി ആരായിരിക്കും? ഫിസിഷ്യൻ ആയിരിക്കും, ഡോക്ടർ ആയിരിക്കും. കാരണം അവരുടെ ഡോക്ടറാണ്, അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർക്കല്ലേ ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഡോക്ടർക്കാണ്. അപ്പൊ ഡോക്ടർക്ക് ആയിരിക്കും ഡിസ്ചാർജിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, അവരുടെ ഫോളോ അപ്പിനെ പറ്റിയിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് അവരുടെ ഫിസിഷ്യനായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോയിന്റില്ലേ, സെയിം കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, എൻ ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സ് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൂട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻസ്. അതും ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്നതാണ് അല്ലെ. ഓപ്പൺ ഡേ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇപ്പൊ ആനുവൽ ഡേ, ഹോസ്പിറ്റലിന്റെ ആനുവൽ ഡേ ഒക്കെ വരുന്ന സമയത്ത് ഒരു ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറയുമ്പോൾ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് എങ്ങോട്ട് വരാൻ പറ്റും, ആ ഹോസ്പിറ്റലിൽ വരാനും അവിടുത്തെ സർവീസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റികളെ പറ്റിയിട്ട് കൂടുതൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ടൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സ് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ദ റൂട്ടീൻ മെഡിക്കൽ കെയർ. അതായത് ഒരിക്കലും ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്താത്ത രീതിയിൽ ഓപ്പൺ ഡേ ഹൗസുകൾക്ക് കണ്ടക്ട് ചെയ്യും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു ദ പേഷ്യൻസ് കനോട്ട് ബി അവോയ്ഡഡ് ഇൻ അവർ പെക്യൂലിയർ സോഷ്യോ കൾച്ചറൽ ഇത്തോസ്. അത് പോയിന്റ് ഒന്നുമല്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ നമ്മളവരെ കാണാൻ പോകാറുണ്ട് അല്ലെ. കുറച്ച് ഫ്രൂട്ട്സും മറ്റൊക്കെ ആയിട്ട് നമ്മളവരെ കാണാൻ പോകാറുണ്ട്. ഒരു പതിവാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവാണ് അല്ലെ. ഓക്കെ, എന്നതുപോലെ അങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവരൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ പരിമിതികളുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ ദ ക്വറീസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് can be satisfied if a doctor or senior nurse conversant with the ward is made available in the ward during visiting hours for this purpose. പോയിന്റുകളൊന്നും അല്ല കേട്ടോ, നമ്മുടെ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുന്ന നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതിയത്.
അപ്പൊ അതായത് നമ്മൾക്ക് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവര് വരുന്ന സമയത്ത് ഇപ്പൊ പേഷ്യന്റിനെ പറ്റിയിട്ട് അവർക്ക് അറിയേണ്ട അവരുടെ ക്വറീസ്, അവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാനായിട്ട് ഒന്നുകിൽ ഒരു സീനിയർ നഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടർ ആ ഒരു വിസിറ്റിംഗ് സമയത്ത് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം പേഷ്യന്റിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന ഡോക്ടറിനും നഴ്സിനും ഒക്കെയാണ് അല്ലെ. അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പേഷ്യന്റിന്റെ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ നടക്കുന്നു, ഏതൊക്കെ രീതിയിൽ നടത്താം എന്നാണ് അവരിവിടെ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഹൗവർ ദേ ഷുഡ് ബി ആസ് ഇൻഫോർമൽ ആസ് പോസിബിൾ. അതുകൂടാണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സുകൾ നടത്താം, ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യാം, റൗണ്ട്സ് നടത്താം, ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കാം, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് അവർക്ക് കണ്ട് മനസ്സിലാക്കാം. എങ്ങനെയാണെങ്കിലും അതിപ്പോ ഒരു നഴ്സ് ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോട്ടെ, ആരുമാണെങ്കിലും പരമാവധി ഇൻഫോർമൽ ആയിട്ട് എന്ന് വെച്ചാൽ ഏറ്റവും കാഷ്വൽ ആയിട്ട് തന്നെ പബ്ലിക് ആയിട്ട് ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഫോർമൽ ആയിട്ടൊന്നും ഒരിക്കലും ഇടപെടരുത്. വളരെ ഇൻഫോർമൽ ആയിട്ട് എന്ന് വെച്ചാൽ നല്ല കാഷ്വൽ ആയിട്ട് തന്നെ ആളുകളുമായിട്ട് ഇടപെടുക. അതാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നല്ലതാണ്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വരുന്ന എന്താണ്, സൈനേജ് ആൻഡ് നെയിം ബോക്സ് കേട്ടോ. അതെ 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 ശ്രീലക്ഷ്മി, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളില്ലേ, നമ്മൾ പഠിച്ച പോയിന്റുകളില്ലേ, അതിങ്ങനെ ഓരോ ബോക്സുകളിലാക്കി കൊടുത്തേക്കുന്നു മാത്രം കേട്ടോ. അടുത്തതാണ് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് കേട്ടോ. സൈനേജ് നെയിം ബോർഡുകൾ കേട്ടോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആളുകളുമായിട്ട്. എങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? സൈനേജ് ബോർഡുകൾ അതും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമ്മൾ നേരിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന പബ്ലിക്കിനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് സൈനേജ് ബോർഡുകൾ അല്ലേ. ഓക്കെ, അഞ്ചാമത്തെ ക്ലിയർ അല്ല. അഞ്ചാമത്തെ ഏതാണ്? അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞില്ലല്ലോ. ഏതാണ് അഞ്ചാമത്തെ? പകുതി ഭാഗം കട്ടാണല്ലോ, അല്ലല്ലോ, ഫുള്ളാണല്ലോ. ഓക്കെ, സ്ക്രീനിൽ നോക്കുക കേട്ടോ, സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കാം. സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് കേട്ടോ. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ് അല്ലെ. ഇപ്പൊ സൈനേജ് ബോർഡുകൾ നമുക്ക് ഫോളോ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, നേരിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ പബ്ലിക് വന്ന് സൈനേജ് ബോർഡിലൂടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്, ഈസി ടു ഫോളോ ദ സൈനേജ് ആൻഡ് ബോർഡ്സ്. പിന്നെ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ് കേട്ടോ. എപ്പോഴും സ്ട്രാറ്റജിക് പ്ലേസസ് എന്ന് വെച്ചാൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ. ഇവിടെ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഏരിയകളിലാണ് നമ്മൾ എന്ത് സ്ഥാപിക്കേണ്ടത്, സൈനേജ് ബോർഡുകളും മറ്റും നമ്മൾ സ്ഥാപിക്കേണ്ടത്. ഇങ്ങനെയുള്ള സൈനേജ് ബോർഡുകളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് എവിടെയായിരിക്കും, നമ്മൾ എൻട്രൻസിൽ നമ്മൾ ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്തായിരിക്കും ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിനകത്ത് അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആരോട് ചോദിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ആ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എവിടെയാണ്, അല്ലെങ്കിൽ ഓരോ ഏരിയകൾ എവിടെയാണ്, അതൊക്കെ നമുക്ക് ആ ബോർഡിലൂടെ വായിച്ചു നിന്ന് എളുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്ട്രാറ്റജിക് പ്ലേസസ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകൾ വെക്കാനായിട്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉള്ളേരിയയിൽ കൊണ്ട് വല്ല കോറിഡോഴ്സിലൊന്നും കൊണ്ട് ഒരിക്കലും സൈനേജ് ബോർഡുകൾ വെക്കരുത് അല്ലെ. കയറി വരുമ്പോൾ തന്നെ ആളുകളുടെ ഡിപ്പാർട്ട്മെന്റുകൾ എവിടെയാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എവിടെയാണ്, ടോയ്ലറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള രജിസ്ട്രേഷൻ കൗണ്ടർ എവിടെയാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ ഇവിടെ എൻട്രൻസ് പോയിന്റിൽ വേണം വെക്കാനായിട്ട് അല്ലെ. അത്തരത്തിൽ സ്ട്രാറ്റജിക് പ്ലേസസിലായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഓൾ റൂംസ് ഷുഡ് ബി നമ്പേർഡ്. അതുപോലെ ഹോസ്പിറ്റലിലെ റൂമുകളാണെങ്കിൽ എല്ലാം നമ്മൾ നമ്പർ ചെയ്യണം അല്ലെ. നമ്പർ വെക്കാറുണ്ട്, നമ്പർ ചെയ്തിരിക്കണം. പിന്നെ പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ ആൻഡ് വിസിറ്റർ ഗൈഡ്. അതുകൂടാണ്ട് പേഷ്യൻസിന് ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള ബ്രോഷറുകൾ. ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള്, അവിടുത്തെ സർവീസുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റികളൊക്കെ പറയുന്ന ചെറിയ ഒരു എന്താ പറയുക നോട്ടീസൊക്കെ പോലെയുള്ള ബ്രോഷറുകള്. പിന്നെ വിസിറ്റർ ഗൈഡുകൾ, സന്ദർശകർക്കായിട്ടുള്ള ഗൈഡുകള്, അതൊക്കെ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതും എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. നേരിട്ട് നമ്മൾ ചോദിക്കുന്നില്ലെങ്കിൽ ഇതിലൂടെ എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റൽ പബ്ലിക്കുമായിട്ട് ഇത്തരം ബ്രോഷറുകളിലൂടെ, വിസിറ്റർ ഗൈഡുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ, മനസ്സിലായോ? നിങ്ങളുടെ അതിന്റെ കൺസെപ്റ്റ് കിട്ടിയോ? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തതാണ് കംപ്ലൈൻസ്
കോംപ്ലിമെന്റ്സ്, സജഷൻസ്. ഈ ചാപ്റ്റർ കേൾക്കുന്ന ഒരു പ്രത്യേക ചാപ്റ്റർ അല്ലെ. നമുക്ക് പോയിന്റുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ ആയിരിക്കും തേർഡ് ഈ പറയുന്ന ചാപ്റ്ററുകളുടെ ഒക്കെ നേച്ചർ ഏകദേശം ഇതേപോലെ ആയിരിക്കും കേട്ടോ. അടുത്തത് 4ാമത്തെ പോയിന്റ് കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ്. അതിൽ എന്താ പറയുന്നത്? അതായത് ഈ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് ഈ പ്രൊവിഷൻ ടു ലിസൺ ടു വെർബൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസിസ്റ്റിംഗ് ഓർ റിട്ടേൺ വൺസ് ഇമെയിൽസ്. നിങ്ങൾ പറഞ്ഞില്ലേ, രേഖാമൂലമുള്ള പരാതികൾ മാത്രമല്ല വാക്കാലുള്ള എന്താ പറയാ കംപ്ലൈന്റ്സുകൾ, പരാതികൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. കാര്യം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് വരുന്നതെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ എഴുതാനും വായിക്കാനൊന്നും അറിഞ്ഞുകൊണ്ടിരില്ല. അപ്പൊ അങ്ങനെയുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തേ പറ്റുള്ളൂ? ഓറലായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്. അതുപോലെ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ സജഷൻ ബോക്സുകൾ സ്ഥാപിക്കാം. അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നേരിട്ട് നമുക്ക് വന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൊന്നും പറയുന്നതില്ല, നമുക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വളരെ പ്രൈവറ്റ് ആയിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് എഴുതി നമുക്ക് സജഷൻ ബോക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെന്താണ്? ബോക്സ് കഴിഞ്ഞിട്ട് ബാക്കിയില്ല ടെക്സ്റ്റില് ഇല്ലേ? ബോക്സ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ് ഇല്ല, ടെക്സ്റ്റിലില്ല. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതി ചേർക്കണം കേട്ടോ. ഓക്കെ, ഈ ബോക്സ് ഉണ്ടോ? ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞ ബോക്സ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിനായിട്ട്. ഈ ഒരു ബോക്സ് ഉണ്ടോ? ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. ഹെഡിങ് ഇല്ല. ഓക്കെ, 5 ഇല്ല ആണോ? ആ ഭാഗം കൊണ്ടുവന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഒന്ന് സ്ക്രീൻ ശ്രദ്ധിക്കാം കേട്ടോ. ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കാം. എന്നിട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ അതിന്റെ വേറെ പോയിന്റുകളൊന്നും കാര്യമായിട്ട് പറയുന്നില്ല, നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് ആണ്. ഇതല്ലേ, ഹോസ്പിറ്റലിലും പൊതുജനങ്ങളുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റുകളാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്സ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വാരിയസ് ഓർഗനൈസേഷൻസ്, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സ് എക്സെട്ര. ഈ സെയിം പോയിന്റ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതായത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഇവിടെ പറഞ്ഞില്ലേ, അതിനകത്ത് സെയിം പോയിന്റ് ആണത്. സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്, മെമ്പേഴ്സ് ഓഫ് വിമൻസ് ഓർഗനൈസേഷൻ, റിലീജിയസ് ലീഡേഴ്സ് ക്യാൻ കണ്ടക്ട് ഹോസ്പിറ്റൽ ടൂർ എന്നില്ലേ? ആ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ ടൂർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. ആർക്കൊക്കെ നടത്താം? അപ്പൊ സ്കൂൾ ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ മെമ്പേഴ്സിന്, വിമൻസ് ഓർഗനൈസേഷൻ, മറ്റുള്ള റിലീജിയസ് ലീഡേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. ഓക്കെ, ഹോസ്പിറ്റൽ ടൂർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. അപ്പോഴും എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഒരു പബ്ലിക് ഹോസ്പിറ്റൽ ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര. അതായത് നമുക്ക് ഹോസ്പിറ്റലിനും പൊതുജനങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻ വരണം, ഒരു ഇന്ററാക്ഷൻ വരാനായിട്ട് അവസരം ഒരുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഹെൽത്ത് ഫെയറുകൾ, ഹെൽത്ത് ഫെയറുകൾ നടത്താം. അതുപോലെ ഫെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അതിനൊരു മെഡിക്കൽ ഇതൊക്കെ നടത്താം, എക്സിബിഷൻ ഒക്കെ നടത്താറുണ്ട് അല്ലെ. ഹെൽത്ത് ഫെയറുകൾ, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്കുകൾ. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇടയ്ക്കൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഐ ചെക്കപ്പ് ക്യാമ്പുകളോ അങ്ങനെയൊക്കെ നടത്താം. അപ്പൊ ഇങ്ങനെ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ എന്താണ്? ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടാണ് ഇത്തരം ക്യാമ്പുകളും മറ്റും നടത്തുന്നത്. അപ്പൊ അവരുമായിട്ട് സമ്പർക്കം വരുന്നുണ്ട്, ഇൻട്രാക്ഷൻസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഇൻഷുറൻസ് പ്രോഗ്രാംസുകൾ, മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാം. വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പൊ റെഡ് ക്രോസിന്റെ ഒക്കെ ചെറിയ യൂണിറ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഈ കുട്ടികൾക്ക് ഇപ്പൊ വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസുകൾ, അപ്പൊ അങ്ങനെയുള്ള റെഡ് ക്രോസിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഈ ഹോസ്പിറ്റൽ ഉള്ള സേവനങ്ങളെ പറ്റിയുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കാം.
അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓർഗനൈസ് കരിയർ ഡേ, ഇപ്പൊ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എന്താണ് പുതിയ തൊഴിലവസരങ്ങളെ പറ്റിയിട്ടുള്ള കരിയർ ഡേകള് അതൊക്കെ കണ്ടക്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാണ് അല്ലെ, പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് അവിടെ വരുന്ന അവസരങ്ങളാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരുന്ന അവസരം കേട്ടോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ് എക്സെട്ര. അതുപോലെ ഹോസ്പിറ്റലിന്റെ ആനുവൽ ഡേ വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ കുറെ കൂടെ ഡിസ്കൗണ്ട് ചെയ്ത് പല സേവനങ്ങൾ കൊടുക്കാം അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ ഫൗണ്ടേഴ്സ് ഡേ, പിന്നെ സ്പെഷ്യൽ ഇവന്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാം ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത്, ഒരുപാട് ഗസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ട്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വരാം, കാണാം, പല ഫെസിലിറ്റികളെ പറ്റി മനസ്സിലാക്കാം. അങ്ങനെയും നമുക്ക് പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് all this helps in projecting every aspect of the hospital's operations, including some of the highly technical functions. ഇത്തരത്തിലുള്ള എന്താ പറയാ കാര്യങ്ങൾ, ഇത്തരം മെത്തേഡുകളൊക്കെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ചില സാഹചര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ടെക്നിക്കൽ ഫങ്ഷൻസ് ഉൾപ്പെടെ, സാങ്കേതിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള അവസരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഹോസ്പിറ്റൽ ടൂറുകള്, ഓപ്പൺ ഡേ ഹൗസുകള്, എക്സിബിഷൻസുകള്, അതുപോലെ തന്നെ എന്താണ് സജക്ഷൻ ബോക്സുകൾ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ പോയിന്റ്, സ്പീക്കേഴ്സ് ബ്യൂറോ. എന്നാൽ സ്പീക്കേഴ്സ് ബ്യൂറോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, CEO and staff should use every opportunity to speak to other service organizations and institutions on the health matters. Okay, CEO എന്ന് പറഞ്ഞാൽ എന്താണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഏറ്റവും ടോപ്പിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ്. ഏറ്റവും ടോപ്പിലുള്ള ആളാണ് CEO അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അല്ലെങ്കിൽ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള CEO ആയിക്കോട്ടെ, അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകൾ ആയിക്കോട്ടെ. 6ാമത്തെ പറഞ്ഞില്ലെന്നോ, 6ാമത്തെ ഇതാണ് പോയിന്റ്, 6ാമത്തെ വരുന്നുള്ളൂ കേട്ടോ. 6ാമത്തെ താഴെയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. 6ാമത്തെ താഴെയായിട്ട് കിടക്കുന്നുണ്ട്, മിസ് ചെയ്യാട്ട് അത് പറയാം കേട്ടോ. ഓക്കെ, അത് താഴെയാണ് കിടക്കുന്നത്. പ്രിന്റിംഗിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ രമേശ. നമ്മൾ അടുത്തത് പറയും. ആദ്യം കേൾക്കുക, CEO and the staff should use every opportunity to speak to other service organizations and institutions on health matters. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ CEO അതുപോലെ മറ്റ് സ്റ്റാഫുകള് അവർ ഈ പറയുന്ന ഹെൽത്ത് മാറ്റേഴ്സിനെ പറ്റിയിട്ട്, ആരോഗ്യ കാര്യങ്ങളെ പറ്റിയിട്ട് മറ്റു പല സേവന, ഈ പറയുന്ന സന്നദ്ധ സംഘടനകളായിട്ട്, മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ സന്നദ്ധ സംഘടനകളുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് ആയിട്ട് മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു ഹോസ്പിറ്റലിൽ മറ്റു ഹോസ്പിറ്റലുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റു പല ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളുണ്ട്, അവരുമായിട്ടും എന്തുണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള CEO ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവരെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റു പല സന്നദ്ധ സംഘടനകളുമായിട്ടും അതുപോലെ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും സംസാരിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതും എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതും ഒരു കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, പിന്നെന്താണ്, 6ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് അഡ്വൈസറി കമ്മിറ്റി ആണ് കേട്ടോ. എന്താണ് അഡ്വൈസറി കമ്മിറ്റി? അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. എന്താണ് അഡ്വൈസറി കമ്മിറ്റി? ഉപദേശക സമിതി. എന്താണ് അതിന്റെ റോൾ എന്താണ്? കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. നോക്കാം. ഇറ്റ്സ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദ മെത്തേഡ്സ് ടു ഓവർകം ദെയർ ഷോർട്ട്കമിങ്സ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്താണ് അഡ്വൈസറി കമ്മിറ്റി എന്നാണ് പറയുന്നത്. ഉപദേശക സമിതി. എന്താണ് ഉപദേശക സമിതിയുടെ റോൾ? എന്താണ്? ടു സജസ്റ്റ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദ മെത്തേഡ്സ് ടു ഓവർകം ദെയർ ഷോർട്ട്കമിങ്സ്. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകള് അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് കാര്യം ഭരണം നടത്തുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്.
അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ ഹോസ്പിറ്റലിന്റെ പോരായ്മകളെ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞാലും പല കുറവുകളും മറ്റുമൊക്കെ ഉണ്ടാവും, ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതിനെ സൂപ്പർവിഷൻ ചെയ്യേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ആശുപത്രിയിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അതായത് നമ്മുടെ പബ്ലിക്കിലേക്ക് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു അവയർനെസ് കൊടുക്കണം. ഇതൊക്കെ ചെയ്യുന്നത് ആരുടെ റോളാണ്? അഡ്വൈസറി കമ്മിറ്റിയുടെ റോളാണ്. മനസ്സിലായോ? ഉപദേശക സമിതി. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, who should suggest hospital administration the methods to overcome their shortcomings? ആരാണത് മുന്നോട്ട് വെക്കുന്നത്? അഡ്വൈസറി കമ്മിറ്റിയാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ പോരായ്മകള് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതും കമ്മ്യൂണിറ്റിയിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കാനുള്ളതും ആരുടെ റോളാണ്? അഡ്വൈസറി കമ്മിറ്റിയുടെ റോളാണ്, ഉപദേശക സമിതിയുടെ റോളാണ്. ഓക്കെ, അപ്പൊ അതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയുമാണ് അതിനകത്ത് വരുന്നത്. ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? മനസ്സിലായോ? കുറച്ച് ബോറിംഗ് ആയിരിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് ക്രാക്കോ. ഞാൻ ക്രാക്ക് ക്രാഷ് ഒക്കെ പറഞ്ഞത് ക്രാക്ക് ഉണ്ടാവും. ഞാനത് ക്രാക്ക് ക്രാഷ് അതൊക്കെ ഉദ്ദേശിച്ചേ മനസ്സിലായില്ലല്ലോ. ക്ലിയർ എന്നാണോ പറഞ്ഞത്? അത് ഇംഗ്ലീഷ് ക്ലാസ് ആണെന്നാണ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു നേരത്തെ അയച്ച മെസ്സേജുകൾ കയറി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ നിങ്ങൾ അയച്ച മെസ്സേജുകൾ കയറി വരുന്നതാണ്. ഞാൻ വേറെ എന്താണെന്ന് ചോദിച്ചു. അടുത്തതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ഇനി നമ്മള് ഒരു കമ്മ്യൂണിറ്റിയില് ആ ഒരു പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള, വിലയിരുത്തുന്നതിനുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും വരെ നമ്മൾ പറഞ്ഞത് പബ്ലിക് റിലേഷൻ എന്താണ്, പബ്ലിക് റിലേഷന്റെ ഡെഫിനിഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ആവശ്യകത മനസ്സിലാക്കി പബ്ലിക് റിലേഷൻ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനുള്ള 2 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? അങ്ങനെ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് റിലേഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയൊക്കെ നമുക്കത് വിലയിരുത്താം? വിലയിരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റിയിലുള്ള പൊതുജനബന്ധത്തിനെ അളക്കാനായിട്ട് സാധിക്കും, വിലയിരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റുകൾ ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ആണ്. ഒന്നാമത്തെ എന്താണ്? സർവേകളാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, അതായത് നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കാനായിട്ട് സർവേകൾ കണ്ടക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലും നമുക്ക് വലിയ ഇഷ്ടം പോലെ സർവേകളൊക്കെ ഉണ്ടാവും അല്ലെ. അതുകൂടാതെ വീട് തോറും കയറി ഇറങ്ങി നടത്തുന്ന സർവേകളുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സർവേകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ? അപ്പൊ ഒരു ഇൻഡിക്കേറ്റർ എന്താണ് കേട്ടോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, രോഗിയുടെ സംതൃപ്തി സർവേകൾ നമുക്ക് നടത്താവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെ, പൊതുജന അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെ. പൊതുജന അഭിപ്രായ വോട്ടെടുപ്പ്, ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിലുള്ള ആളുകളുടെ അഭിപ്രായം നമുക്ക് എടുക്കാം അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷനെ അളക്കാൻ പറ്റും അല്ലെ, ആളുകളുടെ വോട്ടെടുപ്പിലൂടെ. അപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാണ്, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും സർവീസോ അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണെന്നിരിക്കട്ടെ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയാം. അതിനായിട്ടൊരു ജനറൽ ഒപ്പീനിയൻ പോൾ നടത്താവുന്നതാണ്, പൊതുജന അഭിപ്രായ വോട്ടെടുപ്പ്. അതും പബ്ലിക് റിലേഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിലൂടെ. പിന്നെന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ് അല്ലെ. ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു പരിചരണത്തിന്റെ ക്വാളിറ്റി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ് പറഞ്ഞപ്പോ അതിനകത്ത് ഒരു പോയിന്റ് പഠിച്ചു. അതായത് ഒരു ഹൈ ക്വാളിറ്റി കെയർ എന്നുള്ളതാണ് ഒരു എന്താ പറയാ നല്ലൊരു പബ്ലിക് റിലേഷന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഏറ്റവും ഒരു ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതാണ്.
അല്ലെ? ഒരു ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗുഡ് പബ്ലിക് റിലേഷന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ് ആണല്ലോ. അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ക്വാളിറ്റി കെയർ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പബ്ലിക് റിലേഷനെ തന്നെയാണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ സാധാരണ ടൂറോ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കില്ലേ ഓരോ സംഭവങ്ങളൊക്കെ, ഇന്നത് എടുത്തോ, ഏതൊക്കെ എടുക്കണം, എന്തൊക്കെ എടുക്കണം, നമ്മളിങ്ങനെ അതൊക്കെ ചെക്ക് ലിസ്റ്റ് ആണ് അല്ലെ? നമ്മളിങ്ങനെ നോക്കും ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് വിടില്ല. അതുപോലെ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കെയർ ആണോ, അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് ആണോ, നല്ല പ്രൊഫഷണൽസ് ആണോ ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അങ്ങനെയുള്ള രീതിയിൽ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിറ്റി കെയർ മീൻസ് ഇൻ ദ സെൻസ് നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, നമ്മൾ സ്വീകരിക്കുന്ന പരാതികളുടെ എണ്ണം അല്ലെ? അതൊരു ഇൻഡിക്കേറ്റർ അല്ലേ? ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതൊരു നല്ല ഇൻഡിക്കേറ്റർ അല്ല അല്ലെ? പരാതികളുടെ എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത്ര നല്ല പബ്ലിക് റിലേഷൻ ആയിരിക്കില്ല അല്ലെ? അതേസമയം പരാതികൾ കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ല പബ്ലിക് റിലേഷൻ ആയിരിക്കും അല്ലെ? പൊതുജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, നല്ല റിലേഷൻ ആണെങ്കിൽ പരാതികൾ അവിടെ കുറവായിരിക്കും. അപ്പൊ അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ? നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. പിന്നെ അടുത്തത് എന്താ പറയുന്നത്? എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. അതായത് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉണ്ടാവുന്ന സ്വമേധയാ ഉള്ള ചില എഫർട്ടുകളുടെ വ്യാപ്തി. എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാകുന്ന വോളണ്ടറി എഫർട്ട് എന്ന് വെച്ചാൽ സ്വമേധയാ ഉണ്ടാകുന്ന പ്രയത്നങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു ഹോസ്പിറ്റല് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ ലോക്കലി നമ്മൾ പ്രവർത്തിക്കുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് ഇരിക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ നല്ല നല്ല സേവനങ്ങൾ അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായും നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പബ്ലിക്കിൽ നിന്ന് തന്നെ ആളുകള് സ്വമേധയാ പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യാം. ചില ആളുകൾ നല്ല ഡൊണേഷൻസ് കൊടുക്കുക, നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഫെസിലിറ്റികൾ കൊണ്ടുവരാനായിട്ട് ഇപ്പൊ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ നമുക്കതൊരു നല്ലതായിരിക്കും. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി വല്ല കോൺട്രിബ്യൂഷൻ കൊടുത്ത് കുറെ ഫെസിലിറ്റികൾ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യും. അതാരും നിർബന്ധിച്ച് ചെയ്യുന്നതാവില്ല. ചിലപ്പോൾ ഒരു ഡൊണേഷൻ എന്നുള്ള രീതിയിൽ അതൊരു വോളണ്ടറി എഫർട്ട് ആണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോളണ്ടറി എഫർട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നല്ല നല്ല വോളണ്ടറി എഫർട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നല്ല പബ്ലിക് സൂചിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡേ വരുമ്പോൾ നമുക്ക് ആശുപത്രി പരിസരങ്ങൾ വൃത്തിയാക്കാം. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റൽ അത്രയും നല്ല സേവനങ്ങളായിരിക്കണം നമുക്ക് തരുന്നത്. അങ്ങനെ തരുമ്പോഴല്ലേ നമ്മൾ സ്വമേധ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് കണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവുന്ന സ്വമേധയുള്ള ചില നല്ല പ്രവർത്തനങ്ങളുടെ വ്യാപ്തി, അതും എന്താണ്? പബ്ലിക് റിലേഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? വോളണ്ടറി എഫേർട്സ് കൂടുതലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നല്ല പബ്ലിക് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ആളുകൾ കൂടുതൽ എഫർട്ടുകൾ അവിടെ എടുക്കുന്നത് അല്ലെ? ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെന്താണ്? ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്, അതായത് ഹെൽത്ത് സ്റ്റാഫുകളുടെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പൊഴിഞ്ഞുപോക്ക്. ടേൺ ഓവർ, പൊഴിഞ്ഞുപോക്കുക എന്ന് വെച്ചാൽ ജോലി മതിയാക്കിയൊക്കെ പോകുന്ന ആളുകൾ. ഇപ്പോ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തില് ആ സ്റ്റാഫുകള് അടിക്കടിയായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി മതിയാക്കി പോവുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ്? എന്തായിരിക്കും എന്റെ ഉദ്ദേശം? ചിലപ്പോൾ ആ സ്ഥാപനത്തില് അത്ര നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവിടെ മറ്റു പല പോരായ്മകൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജീവനക്കാർ അവിടെ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നത്. അപ്പൊ ഈ ടേൺ ഓവർ ഓഫ് ഈ പറയുന്ന സ്റ്റാഫുകളുടെ ടേൺ ഓവർ റേറ്റ്, അതും എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ്. എന്നുവെച്ചാൽ കൂടുതൽ ആളുകൾ അവിടെ ജോലി മതിയാക്കി പോകുന്നു എന്ന് പറയുന്നത് അതൊരു പക്ഷെ ഹോസ്പിറ്റലിന്റെ സാഹചര്യം അത്ര നല്ലതായിരിക്കില്ല. അതെന്ന് പറഞ്ഞാൽ അത്ര നല്ല പബ്ലിക് റിലേഷൻ ആയിരിക്കില്ല. നമുക്കറിയാം ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സ്ഥാപനത്തിന് എന്തുണ്ടാവും? സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും അല്ലെ? നിലനിൽപ്പ് ഉണ്ടായിരിക്കും. അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ, ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. ഓക്കെ. വരുന്നത് consistency of the attendance of the patients in clinics and health centers. ശ്രദ്ധിക്കുക, consistency of the attendance of the patients in clinics and health centers. അതായത് ഈ ക്ലിനിക്കുകള്, ഹെൽത്ത് സെന്ററിലൊക്കെ വരുന്ന ആളുകളുടെ പേഷ്യൻസിന്റെ അറ്റൻഡൻസ്,
അതിന് വരുന്ന കൺസിസ്റ്റൻസി അല്ലെ. അതായത് നല്ല സ്ഥാപനമാണ്, നല്ല ഹോസ്പിറ്റൽ ആണെങ്കിൽ കൂടുതൽ പേഷ്യൻസ് അവിടെ വരും അല്ലെ. അതേസമയം അത്ര നല്ല സേവനങ്ങൾ അല്ലെങ്കിൽ അവിടെ പേഷ്യൻസ് വരും, ആളുകൾ വരും, വരില്ല. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ്, അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ് ഡൊണേഷൻസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷൻസ് അല്ലെ. കോൺട്രിബ്യൂഷൻ കൂടുതൽ കൂടുതൽ ഡൊണേഷൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നല്ല ഹോസ്പിറ്റൽ ആയിരിക്കും, നല്ല പബ്ലിക് റിലേഷൻ ആയിരിക്കും. നല്ല പബ്ലിക് റിലേഷൻ ഉള്ളത് കൊണ്ടായിരിക്കും ആളുകളിൽ നിന്ന് ഡൊണേഷൻസ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെന്താണ് വരുന്നത്, ഇൻ പേഷ്യൻസ് ഹു ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇൻ പേഷ്യൻസ് ഹു ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതായത് മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് വിട്ടുപോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം, അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. നമ്മൾ ഡാമ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. വൈദ്യോപദേശത്തിന് എതിരായിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ആളുകൾ അവിടെ നിന്ന് ചികിത്സ മതിയാക്കി പോകും. പല കാരണങ്ങളാവാം, ചിലപ്പോൾ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു പക്ഷെ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുടെ പെരുമാറ്റം മോശമായതുകൊണ്ട്, എന്ത് വേണമെങ്കിലും ആവാം, എന്ത് റീസൺ വേണമെങ്കിലും ആവാം. അങ്ങനെ കൂടുതൽ ആളുകൾ അവിടെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, പബ്ലിക് റിലേഷൻ ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? എങ്ങനെയുള്ള ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻഡിക്കേറ്ററുകളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് എന്തായിരുന്നു, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ, സർവേകള്. പിന്നെ ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെ, പൊതുജനാഭിപ്രായ വോട്ടെടുപ്പുകള്. അതുപോലെ ക്വാളിറ്റി ഓഫ് കെയർ യൂസിംഗ് ചെക്ക് ലിസ്റ്റ്, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് അല്ലെ, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, ടേൺ ഓവർ റേറ്റ് ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്, കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ഓഫ് പേഷ്യൻസ്, ഡൊണേഷൻസ്. പിന്നെന്താണ്, ഇൻ പേഷ്യൻസ് ഹു ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇതൊക്കെ ഓരോ ഇൻഡിക്കേറ്ററിലാണ്. ഇതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താ പഠിക്കാനുള്ളത്? ഈ ഓരോ ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ ഒരു വാരിയേഷൻ വരുന്നത്. എളുപ്പമാണ്, അതേത് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഇൻഡിക്കേറ്ററുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അടുത്തത് കേട്ടോ, ഇനി പറയുന്ന ബോക്സിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, പോയിന്റുകളാണ്. ആദ്യത്തെ നോക്കാം, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് that helps to identify ways of improving medical care and ultimately translates into better and happier patients. എന്താണ് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് ശ്രീലക്ഷ്മി? ലാസ്റ്റ് പോയിന്റ് ഏതാണ്? ഇൻ പേഷ്യൻസ് ഹു ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതല്ലേ, മെഡിക്കൽ ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതായത് നമ്മുടെ ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടല്ലോ, ഡോക്ടറുടെ നിർദ്ദേശത്തിന് എതിരായിട്ട് നമ്മൾ എന്താണ് ട്രീറ്റ്മെന്റ് മതിയാക്കി പോകുന്ന ആളുകൾ, ലീവ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഡോക്ടറിന്റെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഡോക്ടറുടെ വൈദ്യോപദേശത്തിനെതിരായിട്ട് നമ്മൾ അവിടെ വിട്ടു പോവാണ്, ഹോസ്പിറ്റലിൽ ലീവ് ചെയ്ത് പോവാണ്. അപ്പൊ അതും ഒരു ഇൻഡിക്കേറ്റർ ആണ് നാം പറയുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കുക, നമ്മള് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, അവർക്ക് ഒരാഴ്ച ട്രീറ്റ്മെന്റ് എടുക്കേണ്ട പേഷ്യന്റ്, അയാൾ ഒരാഴ്ച ട്രീറ്റ്മെന്റ് എടുക്കാണ്ട് ഒരു പകുതിയായപ്പോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോ അയാള് ആരുടെ അനുവാദം ചോദിക്കാതെ അയാൾ അവിടെ ലീവ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം വേണ്ടാന്ന് വെച്ച് പോവുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? പല കാരണങ്ങളുണ്ടാവും. ആ പേഷ്യന്റ് വിട്ടുപോകാൻ പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോ ഒരുപക്ഷെ എക്സ്പെൻസ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ അയാൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡോക്ടറിൽ നിന്നോ മറ്റേ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റാഫുകളുടെ മോശം പെരുമാറ്റാവാം. നമുക്ക് പറയാൻ പറ്റില്ല എന്ത് കാരണം കൊണ്ടാണ് അവരവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതും ഒരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ എന്താ നോക്കുന്നത്? പബ്ലിക് റിലേഷൻ അളക്കാനുള്ള, ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ കൂടുതൽ പേഷ്യൻസ് അവിടെ നിന്ന് വിട്ടുപോകുന്നു എന്ന് പറഞ്ഞാല് എന്താണ്, അവിടെ അത്ര നല്ല റിലേഷൻ ഉണ്ടാവില്ല, നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാവില്ല അല്ല. അതുകൊണ്ടാണ് ആളുകൾ അവിടെ കൂടുതൽ വിട്ടുപോകാനായിട്ട് നോക്കുന്നത്. മനസ്സിലായോ? ആ രീതിയിൽ അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് സഹായിക്കുന്നത്? എന്തിനാണ് സഹായിക്കുന്നത്? നോക്കിക്കേ, ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ വേസ് ഓഫ് ഇംപ്രൂവിംഗ് ദ മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്.
നമ്മൾ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആ മെഡിക്കൽ പരിചരണങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കും അല്ലെ. നമ്മളിങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോരായ്മകളുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനു സഹായിക്കുന്നുണ്ട്? ദാറ്റ് ഐഡന്റിഫൈ ദ വേസ് ഫോർ ഇംപ്രൂവിംഗ് മെഡിക്കൽ പരിചരണങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഇത്തരം ഇൻഡിക്കേറ്ററുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യന്റ്. അങ്ങനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ ആത്യന്തികമായിട്ട് അതിന്റെ പ്രയോജനം ആർക്കാ കിട്ടുന്നത്? പേഷ്യൻസിനാണ് അല്ലെ. പേഷ്യൻസിന് കുറെ കൂടെ ബെറ്റർ പരിചരണങ്ങൾ കൊടുക്കാൻ പറ്റും. അവർ കുറെ കൂടെ ഹാപ്പിയർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും അല്ലെ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഡാഷ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ വേസ് ഓഫ് ഇംപ്രൂവിംഗ് ദ മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യന്റ്. എന്താണ് അതിന് സഹായിക്കുന്ന? ഇൻഡിക്കേറ്ററുകളാണ് അതിനെ സഹായിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് നമ്മൾ പറഞ്ഞ ഇൻഡിക്കേറ്ററുകളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ നോക്കാം, it can be conducted by an outdoor survey agency or done as an in-house survey. അപ്പൊ നമുക്ക് സർവേകൾ ഇങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. സർവേ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഔട്ട്ഡോർ സർവേ ഏജൻസി, പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഏജൻസി മുഖേന നമുക്ക് സർവേകൾ നടത്താം. ഓക്കെ, അങ്ങനെ നടത്താം. അല്ലെങ്കിൽ ഇൻഹൗസ് സർവേ. ഇൻഹൗസ് സർവേ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ നമുക്ക് സർവേകൾ നടത്താം. രണ്ട് രീതിയിൽ സർവേ നടത്താം. ഒന്നെങ്കിൽ ഒരു ഔട്ട്ഡോർ ഏജൻസി മുഖേന, ഒരു തേർഡ് പാർട്ടി ഏജൻസി വഴിയായിട്ട് സർവേകൾ നടത്താം. ഓക്കെ, അതല്ലെങ്കിൽ ഇൻഹൗസ് സർവേ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ തന്നെ മുന്നോട്ട് വന്ന് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ തന്നെ സർവേകൾ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും സർവേ ചെയ്യാം എന്നാണ് പറയുന്നത്. ഔട്ട്ഡോർ ഏജൻസി വഴി സർവേ നടത്താം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ വരുന്ന പേഷ്യന്റിന്റെ ഇടയിൽ സർവേകൾ നടത്താവുന്നതാണ് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പോയിന്റോ കാര്യങ്ങളൊന്നുമല്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നോക്കാം, എ സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. അറിയാലോ സർവേ എങ്ങനെ കണ്ടക്ട് ചെയ്യാം? ഒരു ചോദ്യാവധി കൊടുക്കും അല്ലെ. ഒരു ചോദ്യാവധി, കുറെ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു ചോദ്യാവധി കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തുകൊണ്ടാണ് സർവേ നടത്തുന്നത്. അങ്ങനെയല്ലേ സർവേകൾ നടത്താം. ഒരു ക്വസ്റ്റ്യൻ അതിന് എന്താണ്, രണ്ട് യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. യെസ് ആണെങ്കിൽ യെസ് മാർക്ക് ചെയ്യാം, നോ ആണെങ്കിൽ നോ മാർക്ക് ചെയ്യാം. ആ രീതിയിലാണല്ലോ സർവേകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്താണ് തൃപ്തിയാണോ? അത് തന്നെ, തൃപ്തി, അവരുടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും സർവേകൾ നടത്തുന്നതിലൂടെ. അപ്പോ അടുത്തതാണ് കസ്റ്റമർ കംപ്ലൈൻസ് കേട്ടോ. കസ്റ്റമർ കംപ്ലൈൻസിനെ പറ്റിയില്ല, ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് അതൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നോക്കിക്കേ, ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു വാരിയേഷൻ ആണ് പറയുന്നത്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറവാണെങ്കിൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷൻ നല്ലതായിരിക്കും അല്ലെ. ലെസ് ദ നമ്പർ ഓഫ് ടെക്സ്റ്റിൽ ക്ലിയർ അല്ല. ക്ലിയർ അല്ലെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. ക്ലിയർ അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതിയെടുത്തോളൂ. ഇതൊരു പോയിന്റ് ആണ്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ്, നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം അല്ലെ. കംപ്ലൈന്റ് കുറവാണെന്ന് പറഞ്ഞാൽ എന്താ? നല്ല സേവനം കൊടുക്കുന്നു, നല്ല പബ്ലിക് റിലേഷൻ ആണ്. ഒരുപാട് പരാതികൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നല്ല പബ്ലിക് റിലേഷൻ ഇല്ല എന്നതിന്റെ സൂചനയാണ്. അപ്പൊ നിങ്ങളോട് അങ്ങനെ ചോദിക്കാം, ഡാഷ് ദ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. അപ്പൊ എന്താണ് ഉത്തരം വരാം? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. തിരിച്ചു ചോദിക്കാട്ടോ, ചിലപ്പോ തിരിച്ചു ചോദിക്കാട്ടോ. ഓക്കെ, അടുത്തതാണ് ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെ. നമ്മൾ പറഞ്ഞതാണ് പൊതുജന അഭിപ്രായ വോട്ടെടുപ്പ്. എന്താണ് ഇവിടെ പറയുന്നത്? മോസ്റ്റ്ലി പെർറ്റെയിൻസ് ടു എ സിംപിൾ ക്വസ്റ്റ്യൻ, സിറ്റുവേഷൻ ഓർ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. പൊതുജനാഭിപ്രായ വോട്ടെടുപ്പ് അതെങ്ങനെയാ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ചോദ്യമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു, എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം അവർക്ക് വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് അല്ലെ. ആ രീതിയിലുള്ള ജനറൽ ഒപ്പീനിയൻ പോളാണ്.
ഒരുപാട് ചോദ്യം, എന്തെങ്കിലും ഒരു ചോദ്യം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു, ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് വോട്ടിലൂടെ രേഖപ്പെടുത്താം. അതാണ് ജനറൽ ഒപ്പീനിയൻ പോൾ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അതിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. മാം, ആ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് അല്ലേ? ആ, സ്ക്രീനിൽ നോക്കിക്കോട്ടോ. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻസ്. നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പബ്ലിക് റിലേഷൻ നല്ലതാണ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കസ്റ്റമർ കംപ്ലൈന്റ്സിലുള്ള ബോക്സിൽ എന്താണ് എഴുതിയേക്കണേ? കസ്റ്റമർ കംപ്ലൈന്റ്സോ? ആ, ഇതിന്റെ അടിയിലുള്ളതാണോ? അത് ടെസ്റ്റിലേക്ക് ക്ലിയർ അല്ല. ആ, ഓക്കെ ഓക്കെ, എനിക്കിവിടെ ക്ലിയർ അല്ല കേട്ടാ. അത് ഇമ്പോർട്ടന്റ് അല്ലേ? അത് ഇമ്പോർട്ടന്റ് അല്ല, ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഓക്കെ മാം. Ma'am, a general opinion poll mostly pertains to a single question, situation, or എന്നാണോ? ഓർ എന്നാണ് കേട്ടോ. ഓർ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. ഓക്കെ, പൊതുജനാഭിപ്രായ വോട്ട്. ഇപ്പൊ എന്തെങ്കിലും ചോദ്യമാവാം, എന്തെങ്കിലും പ്രസ്താവനയാവാം, നമുക്കൊരു ഉത്തരം ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഇറക്കും. എന്നിട്ട് ചോദിക്കും പൊതുജനങ്ങളുടെ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ, mostly pertains to a single question or single question, comma, situation or problem that needs an answer. Okay. തേർഡും ഫോർത്തും മോഡ്യൂൾ കഴിഞ്ഞാലാണ് ഇനി മോഡൽ എക്സാം ഉണ്ടാവുക? അത് തേർഡ് കഴിഞ്ഞുണ്ടാവും? അല്ലല്ല, തേർഡും ഫോർത്തും ചാപ്റ്റേഴ്സ് തീർന്നു കഴിഞ്ഞാല് മൊഡ്യൂൾ എക്സാം വരും. ആദ്യം മൊഡ്യൂൾ എക്സാം. ഇപ്പൊ നിങ്ങൾ 1 ഉം 2 കഴിഞ്ഞിട്ട് മൊഡ്യൂൾ എക്സാം നടന്നില്ലേ? അതുപോലെ മൊഡ്യൂൾ എക്സാം. അത് കഴിഞ്ഞിട്ടാണ് മോഡൽ എക്സാം. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം. മോഡൽ വേറെ ഉണ്ടാവും, സെപ്പറേറ്റ് അല്ലേ? വേറെ ഉണ്ട് കേട്ടോ. മൊഡ്യൂള് വേറെ, മൊഡ്യൂൾ എക്സാം വേറെ, മോഡല് വേറെ. ഓക്കെ, ഞങ്ങളെ റിസൾട്ട് ഇന്നലെ വന്നു. ആ, എങ്ങനെയുണ്ട് മാർക്ക്? 50-51 ഉണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, നിങ്ങൾ പഠിച്ചാ മതി കേട്ടാ. കുഴപ്പമില്ല, എല്ലാവർക്കും കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഇല്ലേ? ആ, എല്ലാവർക്കും ഉണ്ട് മാർക്കൊക്കെ. മാർക്കുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അപ്പോഴേ ഇതിൽ വരുന്ന പോരായ്മകളൊക്കെ നെക്സ്റ്റ് എക്സാമില് എന്ത് ചെയ്താൽ മതി? ഇമ്പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് ഇനി അവസരങ്ങൾ ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങള് ഫൈനൽ എക്സാമിന് എപ്പോഴും ഫോക്കസ് ചെയ്യുക. അവിടെയാണ് നമുക്ക് സ്കോർ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിലേക്കുള്ള വഴികളൊക്കെ പല പല എക്സാമുകളൊക്കെ വരുമ്പോൾ അതൊക്കെ ബെറ്റർ ആക്കാനായിട്ട് നോക്കാം. ശരി, ഇപ്പൊ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുക കേട്ടോ. ഓക്കെ, താങ്ക് യു.